ചിലപ്പോൾ ഇന്റർവ്യൂർ നമ്മളോട് ചോദിക്കാൻ ചിലപ്പോൾ ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ഫോർ അസ് നമ്മളോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കും. ഇതാണ് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം when we say talk about yourself എന്ന് പറയുമ്പോൾ ദിസ് ഈസ് വാട്ട് ദേ മീൻ. നമ്മുടെ ബോഡിയിൽ നമുക്കൊരിക്കലും കള്ളം പറയാത്തൊരു ഭാഗമാണ് നമ്മുടെ ലെഗ്സ് എന്നുള്ളത്. ഇൻഫാക്ട് സൈക്കോളജിക്കലി തന്നെ പറയാറുള്ളത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദ ഫസ്റ്റ് ഇംപ്രഷൻ ബട്ട് ലാസ്റ്റ് ഇംപ്രഷൻ ഓൾസോ. പിന്നെ ഇങ്ങനെയുള്ള കുറേ ക്ലീഷെയ്ഡ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് മാറ്റേണ്ട സമയമായിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ഒരു വാല്യൂ പ്രൂവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്നുള്ളത്. ഡു ഇറ്റ്, ഗെറ്റ് ഇറ്റ് ഡൺ, ഔട്ട്. That's it. Hey beautiful souls, it is an absolute honor for me to sit with the serial entrepreneur, business consultant and the Instagram influencer Shaheen Salim. Thank you very much for having me, man. Yeah, welcome to English House. Thank you. So Shaheen, നമ്മുടെ സ്റ്റുഡൻസ്, നമ്മുടെ ഓഡിയൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്റർവ്യൂ ടിപ്സ്, ഹൗ ടു പ്രസന്റ് ourselves in an interview. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് I would like to know your thoughts. വളരെ കോമൺ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, അതേ സമയത്ത് വളരെ കൺഫ്യൂസിങ് ആണ്. ഇപ്പോഴും ഒരുപാട് ആളുകൾ പലരും ഇപ്പോഴും ടോക്ക് അബൌട്ട് യുവർ സെൽഫ് എന്ന് പറയുമ്പോഴേക്ക് they start talking about like I'm this, I'm that, I'm coming from this, I'm coming from that, my family this. No, that's not ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മുടെ ഫാമിലിയെ കുറിച്ച് അറിയാൻ വന്നിരിക്കുന്നവരല്ല ഈ ആളുകളൊന്നും. വാട്ട് ദേ വാണ്ട് ടു നോ ഈസ് അവർക്ക് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ അവരുടെ കയ്യിൽ, നമ്മൾ എന്താണെങ്കിലും നമ്മുടെ CV അല്ലെങ്കിൽ റെസ്യൂമേഴ്സ് ഒക്കെ അവരുടെ കയ്യിലുണ്ടാവും. ദേ നോ ഇറ്റ് ഓൾ. അവർക്ക് അറിയേണ്ടത് നമ്മൾ എങ്ങനെയാണ് അവർക്കൊരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് ആവാൻ പോകുന്നത്, ഇതാണ് അവർക്ക് അറിയാനുള്ളത്. എക്സാക്ട്ലി. സോ നമ്മൾ എന്ത് പഠിച്ചു, നമ്മുടെ എന്ത് എക്സ്പീരിയൻസസ്, ആ എക്സ്പീരിയൻസസ് ഒക്കെ എങ്ങനെയായിരിക്കും ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു വാല്യുബിൾ ആയിട്ടുള്ള കാര്യമായിട്ട് മാറുന്നത്. വാട്ട് സോർട്ട് ഓഫ് എ ചേഞ്ച് വുഡ് that experiences bring to that company. ഇതാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ലൈക്ക് this is what I did, this is how it's going to contribute to or this is how it's going to add value to this company. ഇതാണ് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം when we say talk about yourself എന്ന് പറയുമ്പോൾ this is what they mean. Okay, ഇതാണ് നമ്മൾ പറയേണ്ടത്. The stuff about your hobbies വീട്ടിലാരൊക്കെ ഉണ്ട് അതൊന്നും അവർക്ക് അറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, നമ്മൾ പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ആ കമ്പനിക്ക് യൂസ്ഫുൾ ആവുക, നമുക്ക് എന്താണ് അവിടെ കൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക എന്നാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഷുഡ് ബി ടോക്ക് അബൌട്ട് അവർ പ്രീവിയസ് അച്ചീവ്മെന്റ്സ്, നമ്മുടെ പഴയ കമ്പനിയിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ ഷുഡ് ബി ടോക്ക് അബൌട്ട് ദാറ്റ് ഇഫ് ഇറ്റ് ഈസ് നെസസറി. ലൈക്ക് അഗൈൻ ആ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പ്രീവിയസ് കമ്പനിയിൽ നമ്മൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ്സ് അത് ഇവിടെ പ്രസക്തമാണെങ്കിൽ then mention about it. നമ്മൾ ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മണിക്കൂർ നീണ്ടു നിൽക്കേണ്ട പ്രോസസ് അല്ല. ഇറ്റ്സ് നോട്ട് എ സർജിക്കൽ പ്രോസസ്. ഓക്കെ, നമ്മൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന അല്ലെങ്കിൽ ആ ഇന്റർവ്യൂറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വാല്യുബിൾ ആണ്. ഓക്കെ, ഇറ്റ്സ് ഓൾ അബൌട്ട് ട്രേഡിംഗ് വാല്യൂസ് ദർ. ഓക്കെ, നമ്മൾ നമ്മുടെ ഒരു വാല്യൂ പ്രൂവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്നുള്ളത്. ഡു ഇറ്റ്, ഗെറ്റ് ഇറ്റ് ഡൺ, ഔട്ട്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ യു ഹവ് ബീൻ ലൈക്ക് രണ്ട് എൻഡിൽ നിന്നുള്ള ആളാണ്. ഇന്റർവ്യൂർ ആയിട്ടുണ്ട്, ഇന്റർവ്യൂ ആയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ വാട്ട് ഡു യു ലുക്ക് ഇൻ എ പേഴ്സൺ? ഇപ്പോൾ ഒരാൾ വരികയാണെങ്കിൽ ഫസ്റ്റ് ലൈക്ക് ഡു യു ലുക്ക് പേ അറ്റൻഷൻ ടു ദാറ്റ് പേഴ്സൺസ് ബോഡി ലാംഗ്വേജ്, ആളെങ്ങനെ നടക്കുന്നു, എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഡെഫിനറ്റ്ലി. ഇൻഫാക്ട് ഞാൻ മോസ്റ്റ് ഇന്റർവ്യൂസും ചെയ്യാറുള്ളത് ഒന്ന് ഗ്ലാസ് ടോപ്പ് ആയിട്ടുള്ള എന്തെങ്കിലും ടേബിൾസോ അല്ലെങ്കിൽ എനിക്ക് അവരുടെ കാലുകൾ കാണാൻ പറ്റുന്ന രീതിയിലാണ്. വെരി ട്രൂ. ഇൻഫാക്ട് നമ്മുടെ ബോഡിയിൽ നമുക്കൊരിക്കലും കള്ളം പറയാത്തൊരു ഭാഗമാണ് നമ്മുടെ ലെഗ്സ് എന്നുള്ളത്. ഓക്കെ, സോ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് അവരെങ്ങനെയാണ് ഇരിക്കുന്നത്, അതേ കോൺഫിഡൻറ്റ് ഇനഫ്, അവരിതിനു വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആണോ അല്ലയോ എന്നുള്ളത്. കാരണം പലരും പലപ്പോഴും ഫേക്ക് ചെയ്തുകൊണ്ട് കുറേ കാര്യങ്ങൾ പറയും. നമുക്കൊരു ഇന്റർവ്യൂവിൽ പോകുമ്പോൾ നമ്മളായിക്കൊണ്ടാണ് പോകേണ്ടത്. അപ്പോൾ ഞാൻ എപ്പോഴും നോക്കാറുള്ളത് is that person acting out something or trying to be someone else or is he genuinely there? ഓക്കെ, അതാണ് ഞാൻ കൂടുതലും നോക്കാറുള്ളത്. ആ കോൺഫിഡൻസ് ആള് ആക്ട് ചെയ്യുന്നതാണോ അതല്ല ഈസ് ഇറ്റ് റിയലി കോൺഫിഡൻസ്. സോ മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഞാൻ എപ്പോഴും ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് കൂടുതലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുക. ഇറ്റ്സ് നോട്ട് അബൌട്ട് നമ്മൾ എന്ത് ഡ്രസ് ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മൾ എങ്ങനെയാണ് ഡ്രസ്സപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. എത്രയൊക്കെ ഡ്രസ്സപ്പ് ആണെങ്കിലും നമുക്കൊരാൾ കോൺഫിഡൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ അയാളുടെ ഡ്രസ്സിങ്ങിലും അത് നമുക്ക് കാണാൻ പറ്റും, അയാളുടെ ഇരുത്തത്തിൽ നമുക്കത് കാണാൻ പറ്റും, സംസാരത്തിൽ നമുക്കത് കാണാൻ പറ്റും, എല്ലായിടത്തും നമുക്കത് കാണാൻ പറ്റും. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ബീയിങ് യുവർ സെൽഫ് ദെയർ. അപ്പോൾ അവർ ചെയ്യുന്നുണ്ടല്ലോ ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ്. അപ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളെന്നിരിക്കും. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ കോൺഫിഡൻസ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഇന്റർവ്യൂവിന് പോകണം, എത്ര ആൾക്ക് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ചില ആൾക്കാർ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ ബൈ ഹാർട്ട് പഠിച്ചിട്ടൊക്കെ പോകാറുണ്ട്, പറയേണ്ട കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ലൈക്ക് കോമൺലി ആസ്ക്ഡ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അതിനുള്ള ആൻസർ പ്രിപ്പയർ ചെയ്ത് പോകാറുണ്ട്. ആ ഒരു അപ്രോച്ചിനോട് എന്താണ്? മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു നോമായിരുന്നു. ബട്ട് ഇന്ന് ആളുകൾക്ക്
കോൺഫിഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം ഫേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പറയില്ല, നമുക്ക് യു കനോട്ട് ഫേക്ക് എ സ്മൈൽ എന്ന് നമ്മൾ പറയുന്ന പോലെയാണ്. യു ക്യാൻ ഫേക്ക് എ ലാഫ് ബട്ട് യു കനോട്ട് ഫേക്ക് എ സ്മൈൽ. ഇതുപോലെ തന്നെയാണ് കോൺഫിഡൻസിന് എത്രയൊക്കെ ഫേക്ക് ചെയ്ത് കഴിഞ്ഞാലും അത് ഓപ്പോസിറ്റിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാവും എന്താണ്. അപ്പോൾ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പലർക്കും ചിലപ്പോൾ കോൺഫിഡൻസ് ഇല്ലാത്തൊരവസ്ഥയിലായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ലൈക്ക് ക്യാൻ യു സജസ്റ്റ് സംതിങ് ചെയ്യാനായിട്ട് കോൺഫിഡൻസ് ഉണ്ടാകും വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്? ഡെഫിനറ്റ്ലി നമുക്ക് പ്രാക്ടീസ് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. യുനോ നമുക്ക് എന്തെല്ലാമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ട്രൈ ടു വിഷ്വലൈസ് ദോസ് തിങ്സ് യുനോ വെൽ ഇൻ അഡ്വാൻസ്. അപ്പോൾ ആ വിഷ്വലൈസേഷൻ ഒരുപക്ഷെ നമ്മളൊരു ആങ്സൈറ്റിയൊക്കെ ഒരു പരിധി വരെയൊക്കെ അത് കുറയ്ക്കാൻ സഹായിക്കും. രണ്ടാമത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റാർട്ട് സ്ലോ, പതിയെ തുടങ്ങുക. ഓക്കെ, അത് അപ്പോൾ നമുക്ക് പതിയെ ആ ഒരു നമ്മളൊരു കംഫർട്ടിലേക്ക് എത്താൻ തുടങ്ങും. സോ സ്റ്റാർട്ട് സ്ലോ ആൻഡ് ഇവൻച്വലി പേസ് അപ്പ്. ഓക്കെ, ആ ഒരു റാപ്പോ എടുക്കുക. കാരണം പലർക്കും ഇപ്പം നമുക്ക് ഒരാളുമായിട്ട് ഒരു റാപ്പോ സെറ്റ് ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മളവിടെ കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആവും, എത്ര കോൺഫിഡൻസ് ഇല്ലാത്ത ആളാണെങ്കിൽ. സോ സ്റ്റാർട്ട് സ്ലോ. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ്. നമ്മൾ ഓപ്പോസിറ്റിലിരിക്കുന്ന ആളെടുത്ത് നെർവസ് ആണെന്നുണ്ടെങ്കിൽ ഷോ ഇറ്റ്, ഡോണ്ട് ഫേക്ക് ഇറ്റ്. നെർവസ് ആണെന്ന് പറയാം. അത് ആക്ച്വലി നമ്മൾ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുകയേ ചെയ്യുള്ളൂ. I've done that. ഞാൻ ഒരിക്കൽ ബൈജൂസിൽ ഇന്റർവ്യൂവിന് പോയ സമയത്ത് ഫസ്റ്റ് ആദ്യമായിട്ട് 2 റൗണ്ട് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഫസ്റ്റ് റൗണ്ട് ഇന്റർവ്യൂവിൽ ഞാൻ കയറി ചെന്നപ്പോൾ ആള് ഇന്റർവ്യൂ എന്നോട് ചോദിച്ചു. എനിക്കാണ് വിറച്ചിരിക്കുക, കാരണം ഞാൻ ഒരു പുതിയ സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ നെർവസ് ആവാറുണ്ട്. ഓഫ് കോഴ്സ് ഇപ്പോൾ ആ ഒരു റൂം എനിക്ക് ഫെമിലിയർ ആണെങ്കിൽ ഐ വോണ്ട് ബി നെർവസ്. അപ്പോൾ അവിടെ ഞാൻ അകത്ത് കയറിയപ്പോൾ ഞാൻ നെർവസായി. അപ്പോൾ ആൾ ചോദിക്കുന്നത് എനിക്ക് മറുപടി പറയുന്നത് പക്ഷേ കൈയും കാലൊക്കെ വരയ്ക്കുക. ആൾ ചോദിക്കുക ഒരു ട്രംബ്ലിങ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് നെർവസ് ആണ്. പക്ഷേ ഐ സെഡ് ഓക്കെ, ഞാൻ അഡ്മിറ്റ് ചെയ്തു ആ ഫാക്ട്. അത് കഴിഞ്ഞിട്ട് ഐ വെന്റ് ത്രൂ അത്, ഞാൻ ആ റൗണ്ട് ക്ലിയർ ചെയ്തു. അബ്സല്യൂട്ട്ലി, ഇതാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മളാവുമ്പോൾ അത് മറ്റൊരാൾ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഒരു കോൺഫിഡൻസിന്റെ ഇഷ്യൂ വരുന്നില്ല. നമ്മൾ ഫേക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ then we know that we are faking it. ഡെഫിനറ്റ്ലി നമ്മൾ കോൺഫിഡൻസ് താഴേക്ക് കൊണ്ടുപോയേ ചെയ്യുള്ളൂ. The key is practice. അപ്പോൾ കുറച്ച് ഇന്റർവ്യൂസ് ഫെയിൽ ആയാലും കുഴപ്പമില്ല, കീപ് ഡൂയിങ് ഇറ്റ്. ഫൈൻ. പിന്നെ ഒരു 5-6 ഇന്റർവ്യൂ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കായി വന്നോളൂല്ലേ. യുനോ ഓൾമോസ്റ്റ് ഓൾ വീക്കെൻഡ്സിലും പോയിട്ട് എല്ലാ വീക്കെൻഡ്സിലും പോയിട്ട് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. ജസ്റ്റ് ടു പ്രാക്ടീസ് ഇറ്റ്, ഇന്റർവ്യൂ സ്കിൽസ് പ്രാക്ടീസ് ചെയ്യാൻ. ബാംഗ്ലൂരൊക്കെ കുറേ കൺസൾട്ടൻസീസ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ചുമ്മാ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുക, പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം. ആൻഡ് ദാറ്റ് ഇവൻച്വലി ഹെൽപ്പ് മീ എ ലോട്ട്. അത് ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യങ്ങൾ. നമ്മൾ ഫെയിൽ ആവും എന്നുള്ളതൊക്കെ പേടിച്ചിട്ട് അല്ലല്ലോ ഒരു ഇന്റർവ്യൂവിന് പോകേണ്ടത്. ഇതൊരു ലേണിംഗ് ഗ്രൗണ്ട് ആയിട്ട് കണ്ടാൽ മതി ഇന്റർവ്യൂ. It is again, to narrow it down, it's all about proving you're worth it. Right. That is it. അപ്പോൾ ഷെയ്ൻ പറഞ്ഞ പോയിന്റ് ഒന്ന് സമ്മപ്പ് ചെയ്യാം. അതായത് ഇന്റർവ്യൂവിന് കോൺഫിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തിങ് ഈസ് പ്രാക്ടീസ്. നമ്മൾ ഒരുപാട് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനുമായിട്ട് ഫെമിലറൈസ് ആയി പോകും. പിന്നെ ആ ഒരു ടെൻഷൻ നെർവസ്നെസ് പതുക്കെ പോകും. പിന്നെയുള്ള പോയിന്റ് എന്ന് വെച്ചാൽ വിഷ്വലൈസേഷൻ. അതെന്താ സംഭവിച്ചാൽ ഇപ്പോൾ നമ്മൾ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് കണ്ണടച്ചിരുന്നിട്ടൊക്കെ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ മനസ്സിൽ കാണാം, ലിവ് ത്രൂ ദാറ്റ് സിറ്റുവേഷൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ, അല്ലേ? അങ്ങനല്ലേ? അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മൾ ഓൾറെഡി നമുക്ക് പരിചയമാണ്, നമ്മൾ ആ സിറ്റുവേഷൻ നമ്മൾ ജീവിച്ച് കഴിഞ്ഞു നമ്മുടെ മനസ്സിൽ. പിന്നെ നേരിട്ട് നമ്മൾ ഇന്റർവ്യൂ കാണുമ്പോഴും നമുക്ക് ഒരു പുതിയതായിട്ടോ ഇൻറ്റിമിഡേറ്റിംഗ് ആയിട്ട് തോന്നില്ല, ശരിയല്ലേ? അപ്പോൾ ഇതല്ലാതെ വേറെ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ അബൌട്ട് ഡ്രസ്സിംഗ്? നമുക്ക് ഡ്രസ്സിംഗ് സംസാരിക്കാം. യു സൈഡ് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടന്റ്, അല്ലേ? ഡ്രസ്സിംഗ് അത്ര ഇമ്പോർട്ടന്റ് അല്ല. No, I didn't say that. ഞാൻ ഡ്രസ്സിംഗ് ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല പറഞ്ഞത്. നമ്മൾ കോൺഫിഡന്റ് അല്ല എന്നുണ്ടെങ്കിൽ ഡ്രസ്സിംഗിൽ എന്താണെങ്കിലും നോ മാറ്റർ നമ്മൾ എത്ര ഡ്രസ്ഡ് അപ്പ് ആണെങ്കിലും ശരി, ദാറ്റ് വിൽ റിഫ്ലക്ട്. നേരെ വൈസ് വേഴ്സിയും ട്രൂ ആണ്. കാരണം ഇപ്പൊ നമ്മൾ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് പോകുമ്പോൾ അത് നമ്മുടെ കോൺഫിഡൻസിൽ റിഫ്ലക്ട് ചെയ്യും. തീർച്ചയായിട്ടും അതും ചെയ്യും. Again, അത് നമുക്ക് അറിയണം. ഓക്കെ, ഐ ആം ഡ്രസ്സിംഗ് അപ്പ് സോ ദാറ്റ് ഐ വിൽ ബി ലിറ്റിൽ മോർ കോൺഫിഡൻറ്റ്. ഓക്കെ, അപ്പോൾ ഡ്രസ്സിനെ കുറിച്ച് എന്തെങ്കിലും ചില ടിപ്സ് ഉണ്ടോ? ലൈക്ക് വാട്ട് കൈൻഡ് ഓഫ് ക്ലോത്ത്സ് ഷുഡ് ബി വെയർ? ഇറ്റ് ഡിപെൻഡ്സ് ഓൺ നമ്മൾ എങ്ങനെയുള്ള ഒരു കമ്പനിയിലേക്കാണ് പോകുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇപ്പോൾ പല കമ്പനീസും ഇന്ന് ആക്ച്വലി ഫോർമൽസ് തന്നെ നിർബന്ധം പറയുന്നൊന്നുമില്ല. നമുക്ക് ഗ്രൂംഡ് ആവണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദ അതർ തിങ് ഈസ് നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കണം. നമ്മൾ എന്ത് ഡ്രസ്സ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ അതിനകത്ത് കംഫർട്ടബിൾ ആവണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കോൺഷ്യസ്നെസ് കംപ്ലീറ്റ്ലി എവിടെ ആയിരിക്കും? ഈ പറയുന്ന നമ്മൾ ഭയങ്കരമായിട്ട് കൺസേൺഡ് ആവാൻ തുടങ്ങും. അപ്പോൾ അതൊക്കെ നമ്മൾ കോൺസെൻട്രേഷനെ ബാധിക്കും. സോ ദാറ്റ്സ് ഗോൺ അഫക്റ്റ് അഗൈൻ. റാദർ നമ്മുടെ ഫോക്കസ് കംപ്ലീറ്റ്ലി ഉണ്ടാവേണ്ടത് ആ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലാണ്. നമ്മളെടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് നമുക്ക് മറുപടി പറയാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതിലാണ് നമ്മുടെ ഹോൾ ഫോക്കസ് ഉണ്ടാവേണ്ടത്. സോ ഡ്രസ് അപ്പ് ഓക്കെ വെൽ, ഡീസൻ്റ്ലി ആൻഡ് കംഫർട്ടബിളി.
കംഫർട്ടബിൾ അല്ലാത്തൊരു ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കും, കോൺസെൻട്രേഷനെ ബാധിക്കും, ഇവൻച്വലി എല്ലാത്തിനെയും ബാധിക്കും. അത് ചോദിച്ചപ്പോൾ എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്, പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നാണ്. ഇപ്പോൾ നമ്മുടെ സ്കൂളിലൊക്കെ കോളേജസിലൊക്കെ ഈ പ്ലേസ്മെന്റ് ട്രെയിനിങ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ ലൈറ്റ് ഷെയ്ഡിലുള്ള ഷർട്ട് ഇടണം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എനിക്കാണെങ്കിൽ പേഴ്സണലി ലൈറ്റ് ഷെയ്ഡ്, ഇപ്പോൾ ലൈറ്റ് ബ്ലൂ, വൈറ്റ് ഇതൊന്നും ഞാൻ തീരെ കംഫർട്ടബിൾ അല്ല അങ്ങനെ ഇടാനായിട്ട്. അപ്പോൾ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് പിടിക്കുന്നത് കുഴപ്പമുണ്ടോ? അതിലെന്തെങ്കിലും കാര്യം? ഒരിക്കലും അതൊരു പ്രശ്നമാണെന്നുള്ളത് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം അഗൈൻ ഇപ്പോൾ നമുക്കറിയില്ലല്ലോ നമുക്ക് എന്ത് ചേരുന്നു എന്നുള്ളത് നമുക്കേ അറിയുള്ളൂ, നമ്മൾ എന്തിലാണ് കോൺഫിഡൻ്റ് ആവുന്നത് നമുക്കേ അറിയുള്ളൂ. പിന്നെ ഇങ്ങനെയുള്ള കുറേ ക്ലീഷേഡ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് മാറ്റേണ്ട സമയമായിട്ടുണ്ട്. ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ വെൽ വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് അവർ വാല്യൂസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ എല്ലാ നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ ഡ്രസ്സ് ആയിക്കോട്ടെ, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, ഇതിലൂടെ നമുക്ക് എങ്ങനെയാണ് ഹൗ ക്യാൻ യു പ്രൂവ് ദാറ്റ് യു ആർ വർത്ത് ഇറ്റ്, ആ ഒരു വർത്തിനെസ് പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ അൾട്ടിമേറ്റ്ലി നമുക്ക് ചെയ്യാനുള്ള കാര്യം ഒരു ഇന്റർവ്യൂവിനെ സംബന്ധിച്ചിടത്തോളം. ആ ഒബ്ജക്റ്റീവാണ് നമുക്ക് എന്തുണ്ടാവേണ്ടത്, നമുക്ക് നമ്മളെ മൈൻഡിൽ ഉണ്ടാവേണ്ടത്. സോ ഈ 3 കാര്യങ്ങളിൽ നമ്മൾ പ്രിപ്പയർഡ് ആണെന്നുണ്ടെങ്കിൽ ദർ ഇസ് നത്തിങ് ടു വറി. ഐ മീൻ നമ്മൾ ഫാഷൻ ഷോക്ക് ഒന്നല്ലല്ലോ പോകുന്നത്. തീർച്ചയായിട്ടും. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ഫസ്റ്റ് ഇംപ്രഷൻസിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ഇൻ ഇന്റർവ്യൂ? ലൈക്ക് ദ വേ യു എൻറ്റർ ദ റൂം, ദ വേ യു ഒരു ഹാൻഡ് ഷേക്ക് കൊടുക്കുന്ന രീതിയൊക്കെ വെരി ഇമ്പോർട്ടൻറ്റ്. അറ്റ് ദ സെയിം ടൈം നമ്മളൊരു ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്ത്, ഇൻഫാക്ട് സൈക്കോളജിക്കലി തന്നെ പറയാറുള്ളത്, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദ ഫസ്റ്റ് ഇംപ്രഷൻ ബട്ട് ലാസ്റ്റ് ഇംപ്രഷൻ ഓൾസോ. യു ഹാവ് ടു മെയിൻറ്റെയിൻ ദാറ്റ്. സോ ഇൻ കേസ് ഒരാൾക്ക് ഫസ്റ്റ് ഇംപ്രഷന് നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും ആ ക്ലോസിങ് അടിപൊളിയായിട്ടുണ്ട് എങ്കിൽ that can also create an impact. അപ്പോൾ ചിലപ്പോൾ ചില ആളുകൾ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് അയ്യോ ഫസ്റ്റ് ഇംപ്രഷൻ നന്നായില്ലല്ലോ എന്നാലോചിച്ച് കുറേ ടെൻഷൻ അടിച്ചിട്ട് പിന്നെ ഹോൾ ഇന്റർവ്യൂ അതിലായിരിക്കും ഉണ്ടാവുക. സോ ഡോണ്ട് വറി, നമുക്ക് അവിടെ എന്തിനുള്ള സ്കോപ്പ് ഉണ്ട്. എൻഡിങ് ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും സെയിം ഇമ്പാക്റ്റ് ആണ് ക്രിയേറ്റഡ് ആവുന്നത്. സൈക്കോളജിക്കലി അങ്ങനെയാണുള്ളത്. ഓക്കെ, ഫസ്റ്റ് ഇംപ്രഷൻ എന്ത് ഇമ്പാക്റ്റ് ആണുള്ളത് അതേ ഇമ്പാക്റ്റ് നമുക്ക് ക്ലോസിംഗിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മളതിൻ്റെ ഇടയിൽ എന്ത് ചെയ്താൽ മതി, യു ക്യാൻ മേക്ക് ഇറ്റ് അപ്പ് ആൻഡ് ഹാവ് എ വെരി ഗുഡ് എൻഡിങ്. പിന്നെ കുറേ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, എല്ലാവർക്കും സംശയമാണ്. അതായത് സ്ഥിരമായിട്ട് ഇന്റർവ്യൂവിൽ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ലൈക്ക് വേർ ഡു യു സീ യുവർ സെൽഫ് ആഫ്റ്റർ 5 years? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇതിനെങ്ങനെയാണ് ഒരു പ്രോപ്പർ റിപ്ലൈ പറയേണ്ടത്? അത് എല്ലാവർക്കും ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ? എങ്ങനെയാണ്? ഡെഫിനറ്റ്ലി എല്ലാതും ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ ആൻഡ് ദ കമ്പനി ആസ് വെൽ. ബട്ട് യെറ്റ് നമുക്ക് അവിടെയും പറയേണ്ടത്, നമ്മൾ ആസ് എ അല്ലെങ്കിൽ ആ കമ്പനിക്ക് എന്ത് വാല്യൂ നമ്മൾ ഇത്ര സമയം കൊണ്ട് ആഡ് ചെയ്തിട്ടുണ്ടാവും, കമ്പനി എവിടെ എത്തിയിട്ടുണ്ടാവും, നമ്മളൊരു ലീഡർഷിപ്പ് പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ ഹൗ വിൽ വി ബി ബിഹേവിങ്, ആ ഒരു ടൈമിലൊക്കെ നമ്മൾ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുക, എന്തെല്ലാം കാര്യങ്ങളായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക, അതൊക്കെ നമ്മൾ എങ്ങനെയായിരിക്കും ഇപ്പോൾ 5 വർഷം കഴിയുമ്പോൾ അതൊക്കെ ആ എക്സ്പീരിയൻസസും ആ ലേണിങ്സും ഒക്കെ എങ്ങനെയായിരിക്കും. അഗെയിൻ അവിടെ നമ്മൾ കാണിക്കേണ്ടത് എന്താണ്, നമ്മൾ ആ എക്സ്പീരിയൻസസ് ആ ലേണിങ്സും ഒക്കെ എങ്ങനെയായിരിക്കും ആ കമ്പനിക്ക് വീണ്ടും വാല്യൂ അഡീഷൻ ആയിട്ട് വരുന്നത്. ഇതാണ് നമ്മൾ 5 വർഷം അല്ലെങ്കിൽ what you see yourself എന്ന് പറയുമ്പോൾ പറയേണ്ട കാര്യങ്ങൾ. അല്ലാണ്ട് ഞാൻ ഇന്ന പോസ്റ്റിലായിരിക്കും ഉണ്ടാവുക, ഞാൻ പിന്നെ നോ, അതൊരിക്കലും അല്ലല്ലോ. അഗെയിൻ അതൊരു ലിമിറ്റിംഗ് ഫാക്ടർ ആയിട്ട് മാത്രമേ മാറുള്ളൂ. ഇറ്റ്സ് മോർ അബൌട്ട് അഗെയിൻ ഈ ഒരു 5 വർഷത്തെ ലേണിങ്സിനെ തിരിച്ച കമ്പനിയിലേക്ക് തന്നെ എങ്ങനെയായിരിക്കും നമ്മൾ പ്ലേസ്ഡ് ആക്കിയിട്ടുണ്ടാവുക എന്നുള്ളതാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ കമ്പനി there, not us. ഓക്കെ, പിന്നെ അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇന്റർവ്യൂർ നമ്മളോട് ചോദിക്കാൻ, ചിലപ്പോൾ ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ഫോർ അസ്, നമ്മളോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അവിടെ ചോദിക്കേണ്ട കാര്യത്തിന് എന്തെങ്കിലും ഒരു ഇതുണ്ടോ, ഒരു റേഞ്ച് ഉണ്ടോ? ലൈക്ക് ഷുഡ് നോട്ട് ആസ്ക് എനിത്തിങ് അബൌട്ട് ഇന്ന കാര്യം ചോദിക്കാൻ പാടില്ല, ഇന്ന കാര്യം ചോദിക്കാം. ഏറ്റവും പ്രിഫേർഡ് ആയിട്ടുള്ള കാര്യം നമ്മൾ ചോദിക്കേണ്ടത് വാട്ട് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, അല്ലെങ്കിൽ ആ കമ്പനി ഏറ്റവും കൂടുതൽ വാല്യൂ ചെയ്യുന്ന കാര്യം എന്താണ്, അത് നമ്മൾ ചോദിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവർക്കും നമുക്ക് സർട്ടൻ വാല്യൂസ് ഉണ്ടാവും. നമ്മുടെ വാല്യൂസും ആ കമ്പനിയുടെ വാല്യൂസും മാച്ചിങ് ആണോ അല്ല എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സമയമാണ് ആ ഒരു ചോദ്യം. ഇൻഫാക്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളൊരു എൻഡിങ് ഒരു പക്ഷേ ഏറ്റവും നന്നായിട്ട് ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടെ അവിടെയാണ്. സോ ഒരു കമ്പനി നമ്മൾ എടുക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മളും ആ കമ്പനിക്ക് റൈറ്റ് ആണോ, ആ കമ്പനി നമുക്ക് റൈറ്റ് ആണോ, ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ അവിടെ ഉണ്ട്. ഇതിനൊക്കെയുള്ള ഉത്തരങ്ങൾ ആ സമയത്താണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാനുള്ളത്. സോ ആ സമയത്ത് എനിക്ക് നത്തിങ്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സാലറിയെ കുറിച്ചും മറ്റുമല്ല ചോദിക്കാനുള്ളത്. റാദർ നമ്മൾ അവിടെ ചോദിക്കേണ്ടത് ഈ കമ്പനി എന്താണ്, വാട്ട് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് ഫോർ ദിസ് കമ്പനി, എങ്ങനെയാണ് ഇവിടെയുള്ള എംപ്ലോയീസ്, എന്താണ് ഇവിടുത്തെ കൾച്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത് നമ്മളവിടെ കൂടുതലായിട്ടും ചോദിക്കേണ്ടത്. അല്ലാണ്ട് നിങ്ങളുടെ പേ സ്കെയിൽ എന്താണ്,
വാട്ട് ഈസ് എ പാക്കേജ്, അതൊക്കെ പിന്നീട് ചിലപ്പോൾ HR റൗണ്ടിലും മറ്റോ അവരെന്തേക്കാം പിന്നീട് പറഞ്ഞേക്കാം. ബട്ട് ഈ ഒരു സ്റ്റേജിൽ ദിസ് ഈസ് വാട്ട് യു മസ്റ്റ് ബി ആസ്കിങ്. നമ്മൾ ആ കമ്പനിയെ കുറിച്ചും അതിന്റെ വാല്യൂസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ആ സ്റ്റേജിൽ ചോദിക്കേണ്ടത്. അതായത് നമുക്കൊരു കോർ വാല്യൂസ് ഉണ്ടാവും ആസ് എൻ ഇൻഡിവിജ്വൽ, അതും ആ കമ്പനിയുടെ വാല്യൂസ് ആയിട്ട് അത് അലൈൻഡ് ആണോ, അത് ഇപ്പോൾ കൺഫ്ലിക്റ്റിംഗ് ആണെങ്കിൽ പിന്നെ നമ്മളവിടെ വർക്ക് ചെയ്യാതിരിക്കുന്ന നല്ലത്. നമുക്കൊരിക്കലും അവിടെ ഒരു സാറ്റിസ്ഫൈഡ് ആയിക്കൊണ്ട് ജോലി ചെയ്യാൻ പറ്റില്ല, നോ മാറ്റർ എത്ര വലിയ പേ ആയിക്കോട്ടെ മറ്റോ ആയിക്കോട്ടെ. ബട്ട് അൾട്ടിമേറ്റ്ലി you'll not be able to work there. അപ്പോൾ ഷഹീൻ പറഞ്ഞതിന്റെ ഇടയ്ക്ക് ഒരു പോയിന്റ് പറഞ്ഞു, സാലറി പാക്കേജ്. അത് പറഞ്ഞപ്പോൾ എനിക്ക് വേറെ ക്വസ്റ്റ്യൻ ഓർമ്മ വന്നത്, അവരോട് ചോദിച്ചോണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഈ സാലറി, വാട്ട് ഈസ് യുവർ എക്സ്പെക്ടഡ് പാക്കേജ് അല്ലെങ്കിൽ സാലറി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ പറയേണ്ടത് എങ്ങനെയാണ്? ലൈക്ക് നമ്മുടെ പ്രീവിയസ് ജോബിൽ നിന്ന് ഇത്ര പെർസെന്റേജ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും കണക്ക് എന്തെങ്കിലും ഉണ്ടോ? അതും അഗൈൻ ഡിപ്പെൻസ്. കാരണം ഇപ്പം നമ്മളൊരു ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ ചോദിക്കുന്ന രീതികൾ ഡിഫറെൻ്റ് ആയിരിക്കാം. നമുക്ക് എക്സ്പെക്ടേഷൻസ് പറയാം, മാർക്കറ്റ് റേറ്റ്സ് എന്താണോ, ആ കമ്പനിയുടെ ബഡ്ജറ്റ്സ് എന്താണോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ എക്സ്പെക്ടേഷൻസ് പറയുകയും ചെയ്യാം. ഇൻഫാക്ട് വി ഷുഡ് സേ ഇറ്റ്. നമുക്ക് നമ്മുടെ എക്സ്പെക്ടേഷൻസ് പറയണം. അത് പറയാണ്ടിരിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. കാരണം ഒരു ഫിൽട്രേഷൻ പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. നമ്മൾ അത് കഴിഞ്ഞിട്ട് മുന്നോട്ടേക്ക് പോകണോ വേണ്ടെന്നുള്ളത് അവിടെ തീരുമാനിക്കാൻ പറ്റും. ഇനി അതല്ല, ഒരു എക്സ്പീരിയൻസ്ഡ് ആളെ സംബന്ധിച്ചിടത്തോളം അയാളെ സംബന്ധിച്ചിടത്തോളം ഡെഫിനറ്റ്ലി മോസ്റ്റ് പ്രോബ്ലി ആ കമ്പനിയുടെ ബഡ്ജറ്റും മറ്റും അവർ സംസാരിച്ചിട്ടുണ്ടാവും. ആ സമയത്ത് തീർച്ചയായിട്ടും അയാൾക്ക് എന്ത് പറയാം, ദിസ് ഈസ് വാട്ട് ഐ ആം ടേക്കിംഗ് ഹോം നൗ ആൻഡ് ദിസ് ഈസ് വാട്ട് ഐ ആം എക്സ്പെക്ടിങ്. ഓക്കെ, ഇത് രണ്ടും അയാൾക്ക് അവിടെ പറയാൻ പറ്റും. ഇതിപ്പോൾ ഇന്റർവ്യൂവിന് പോയ അവസ്ഥയിൽ വേറെ അവസ്ഥയിൽ ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ഇസ് വർക്കിംഗ് ഇൻ കമ്പനി എ, അപ്പോൾ കമ്പനി ബി എന്ന് ഒരു HR മാനേജർ ഇയാളെ കോൺടാക്ട് ചെയ്യണം, ഞങ്ങളുടെ കമ്പനിയിലേക്ക് വരുമോ, വിൽ ഗിവ് യു എ ബെറ്റർ ഓഫർ. അങ്ങനത്തെ കേസിൽ ഈ ഇൻഡിവിജ്വൽ എന്തായിരിക്കും പറയേണ്ടത്? ലൈക്ക് അവിടെ ഒക്കെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കാര്യമാണ്. നമ്മൾ അവിടെ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. ഒന്ന്, നമുക്ക് വാല്യൂസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം. രണ്ട്, വൈ ഡിഡ് ദേ കോൺടാക്ട് ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ? അല്ലെങ്കിൽ ഇപ്പോൾ എന്നെയാണ് വിളിക്കുന്നതെങ്കിൽ ഐ നീഡ് ടു ആസ്ക് ദം വൈ മീ. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരെന്ത് കാര്യങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം സെയിം ജോബാണെങ്കിൽ പോലും അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ളൊരു ജോബാണെങ്കിൽ പോലും ധാരാളം കാര്യങ്ങൾ ഉണ്ടാവും. കാരണം ഇവർ അത്രമാത്രം ഷോർട്ട് ലിസ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കുമല്ലോ വിളിക്കുന്നുണ്ടാവുക. റൈറ്റ്, അപ്പോൾ എന്തുകൊണ്ടാണ് അവർ കോൺടാക്ട് ചെയ്തിട്ടുള്ളത്, ആ കാര്യങ്ങൾ അവിടെ ചോദിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആർ വി റിയലി ഇൻ ടു ഇറ്റ്, നമുക്കത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ അല്ലയോ. ആൻഡ് ദെൻ എന്താണ് നിങ്ങളുടെ ബഡ്ജറ്റ്, ഓക്കെ, ആൻഡ് വാട്ട് സോർട്ട് ഓഫ് കൾച്ചർ. അഗൈൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വാല്യൂ ഓറിയന്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് അവിടെ ചോദിക്കാൻ പറ്റും. അതെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ യെസ്, ask them to proceed for the next round. All right, so we have to ask them what's your budget first, rather than saying our expectations. Yes, our budget ചോദിക്കണം. ബഡ്ജറ്റ് ആണ് ചോദിക്കേണ്ടത്, not expectations. അങ്ങനെയാണല്ലേ. ഓക്കെ, താങ്ക് യു ഫോർ ദ പോയിന്റ്. അപ്പോൾ അതായിരുന്നു, ഐ ഹാഡ് ഫൺ. എനിക്ക് ഒരുപാട് പഠിക്കാൻ പറ്റി ഷൈയിൽ നിന്ന്. ഇങ്ങനത്തെ ഇവൻ എൻ്റെ കുറേ സംശയങ്ങൾ ക്ലിയർ ആയി. ഇവൻ ഐ തിങ്ക് നമ്മുടെ ഓഡിയൻസിന് ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളുള്ള സംഭവമാണ് ഈ ജോബ് ഇന്റർവ്യൂ. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ സംശയങ്ങളും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോമെന്റിലിടോ, ഞങ്ങൾ റിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു ഷൈൻ, താങ്ക് യു ഫോർ സ്പെൻഡിങ് എ വാല്യുബിൾ ടൈം വിത്ത് us. It was a pleasure talking to you. Bye bye. English House, English at your fingertips.